ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എല്ലാവരും അറിഞ്ഞു. അവളൊഴികെ. തെരുവിൽ പിറന്ന് ബഹിരാകാശത്ത് പൊലിഞ്ഞ ലൈക്കയുടെ ചരിത്രയാത്ര. ആദ്യമായി ബഹിരാകാശത്ത് പോയതാര് എന്ന് ചോദിച്ചാൽ യൂറി ഗഗാറിൻ എന്ന് ഉടനെ ഉത്തരം വരും. എന്നാൽ അതിനു മുമ്പേ ബഹിരാകാശത്ത് പോയ മറ്റൊരാളുണ്ട്, ലൈക്ക എന്ന നായ. മനുഷ്യൻ്റെ യാത്ര സുഗമമാക്കുന്നതിന് സഹായിച്ച ആ പരീക്ഷണ യാത്രയിൽ ലൈക്കയ്ക്ക് ജീവൻ നഷ്ടമായി. ബഹിരാകാശ ഗവേഷണത്തിലെ ആദ്യ രക്തസാക്ഷി. 1957 നവംബർ 3-നായിരുന്നു ആ യാത്ര. സോവിയറ്റ് ബഹിരാകാശ ഗവേഷണ തലവൻ കൊര്യാലോവിനും കൂട്ടർക്കും അന്നൊരിക്കൽ പ്രസിഡന്റ് ക്രൂഷ്ചേവ് വിരുന്നൊരുക്കി. ആ വിരുന്നിൽ വെച്ച് പ്രസിഡന്റ് ക്രൂഷ്ചേവ് കൊര്യാലോവിനോട് രാഷ്ട്രത്തിനു വേണ്ടി മറ്റൊരു ആഗ്രഹം അറിയിച്ചു. ബോൾഷെവിക് വിപ്ലവത്തിന് 40-ാം വാർഷികം വരുന്നു. 1917 നവംബർ 7-നായിരുന്നു ബോൾഷെവിക് വിപ്ലവം. അന്ന് ലോകത്തിനു മുമ്പിൽ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ വലിയൊരു നേട്ടം രാജ്യത്തിന് കൊടുക്കണം. ക്രൂഷ്ചേവ് അഭ്യർത്ഥിച്ചു. കൊര്യാലോവും കൂട്ടരും പതറിയില്ല. ഒരു മാസമാകും മുമ്പ് സ്പുട്നിക് 2 ഒരുങ്ങി. സ്പുട്നിക് 2-ന്റെ പരീക്ഷണ വിക്ഷേപണം എങ്ങനെ മറ്റൊരു ചരിത്ര സംഭവമാക്കാം? കൊര്യാലോവും കൂട്ടരും തലപുകഞ്ഞാലോചിച്ചു. അങ്ങനെയാണ് ബഹിരാകാശത്തേക്ക് ഒരു ജീവിയെ കയറ്റിവിടുക എന്ന ആശയം ഉടലെടുത്തത്. ബഹിരാകാശത്ത് സഞ്ചരിക്കുമ്പോഴുള്ള ഭാരമില്ലാത്ത അവസ്ഥ മനുഷ്യന് ഒരിക്കലും താങ്ങാനാവുന്നതില്ലെന്നാണ് അന്ന് ശാസ്ത്രജ്ഞർ ഭയന്നിരുന്നത്. മനുഷ്യന് അടുത്ത ഭാവിയിൽ ബഹിരാകാശ സഞ്ചാരം നടത്താനുള്ള നല്ല വഴികാട്ടിയാവും അത്തരമൊരു പരീക്ഷണം. പുതിയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണ ദിവസം നിശ്ചയിച്ചു. നവംബർ 3. കൊര്യാലോവിനും കൂട്ടർക്കും ഉത്സാഹം തോന്നിയില്ല. സന്തോഷപൂർവ്വം വാലാട്ടിക്കുരയ്ക്കുന്ന ലൈക്ക എന്ന പട്ടിക്കുട്ടിയെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അൽബിന, മുഷ്ക എന്നീ മറ്റു 2 പട്ടിക്കുട്ടികൾക്കൊപ്പമാണ് ലൈക്കയും പരിശീലനത്തിന് ചേർന്നത്. കടുത്ത പരിശീലനങ്ങൾക്കൊടുവിൽ മനുഷ്യൻ്റെ ബഹിരാകാശ സഞ്ചാരത്തിന് വഴികാട്ടിയാവാൻ ലൈക്കയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1957 ഒക്ടോബർ 18-ന് ലൈക്കയെയും വഹിച്ചുകൊണ്ട് പറക്കാനുള്ള റോക്കറ്റ് അതിൻ്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾക്കായി കസാഖ്സ്ഥാനിലെ താഷ്കന്റ് ടെസ്റ്റ് റേഞ്ചിലെത്തി. ശ്വസിക്കാനായി ഓക്സിജൻ ജനറേറ്ററും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാൻ ഒരു ഉപകരണവും ഊഷ്മാവ് 15 ഡിഗ്രിയിൽ കൂടിയാൽ തണുപ്പിക്കാൻ ഒരു ഫാനും ഉറപ്പിക്കപ്പെട്ടു. അവളുടെ വിസർജ്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ പാഡുകൾ സജ്ജമായി. 1957 ഒക്ടോബർ 11 അണുനാശിനി വെള്ളത്തിൽ കുളിപ്പിച്ച് രോമങ്ങളൊക്കെ ഒതുക്കി ചീകി വെച്ചുകൊണ്ട് ലൈക്കയെ ക്യാപ്സ്യൂളിലാക്കി. അവളുടെ ഹൃദയമിടിപ്പ് അളക്കാനായി ശരീരത്തിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചു. ചലനങ്ങൾ പകർത്താൻ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയും പിടിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അവളുടെ തലയിൽ തലോടി ഒരു നെടുവീർപ്പോടെ ആ ക്യാപ്സ്യൂൾ ശാസ്ത്രജ്ഞർ അടയ്ക്കുമ്പോഴും കഥയൊന്നും അറിയാതെ ലൈക്ക അവരെ നോക്കി ആഹ്ലാദപൂർവ്വം ഉരച്ചു വാലാട്ടിയിട്ടുണ്ടാകണം. മരം കോച്ചുന്ന സൈബീരിയൻ കാറ്റ് വീശിയടിക്കുകയായിരുന്നു. ക്യാപ്സ്യൂളിനുള്ളിൽ കൊച്ചു ലൈക്കയ്ക്ക് ചൂടുകാറ്റ് പകരാൻ ഒരു പമ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 1957 നവംബർ 3 ഗ്രീനിച്ച് സമയം പുലർച്ചെ 2:30-ന് വോസ്റ്റോക്ക് റോക്കറ്റ് 113 കിലോഗ്രാം ഭാരമുള്ള സ്പുട്നിക് 2 ഉപഗ്രഹവും അതിനുള്ളിലെ ക്യാപ്സ്യൂളിൽ ഒതുങ്ങിയിരിക്കുന്ന ലൈക്കയുമായി ഉയർന്നു പൊങ്ങി. വിജയകരമായ ആ വിക്ഷേപണത്തിനു ശേഷം ആഹ്ലാദിക്കാനും സങ്കടപ്പെടാനും കഴിയാതെ ഭൂമിയിലെ ലൈക്കയുടെ കൂട്ടുകാർ അവളുടെ റോക്കറ്റ് ചക്രവാളത്തിൽ ഉയർന്നു മറയുന്നതും നോക്കി നിന്നു. പിന്നീട് അവർ കൺട്രോൾ സെന്ററിലേക്ക് പാഞ്ഞു, തങ്ങളുടെ യാത്രക്കാരിയുടെ അവസ്ഥ അറിയാൻ. സ്ക്രീനുകൾ ലൈക്കയുടെ ഹൃദയമിടിപ്പ് കാണിച്ചു. അത് 3 ഇരട്ടിയായി ഉയർന്നുകൊണ്ടിരുന്നു. അവൾ ഭയചകിതയാണെന്നത് വ്യക്തം. പക്ഷേ കുഴപ്പമൊന്നുമുണ്ടായില്ല. കോലാഹലങ്ങൾ അടങ്ങിയപ്പോൾ ലൈക്കയും ശാന്തയായി. അവളുടെ ഹൃദയമിടിപ്പ് സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങിവന്നു. അവൾ ആഹാരം കഴിക്കുന്നതും കുരയ്ക്കുന്നതും ഭൂമിയിലെ ശാസ്ത്രജ്ഞർ ആഹ്ലാദത്തോടെ കേട്ടു. എല്ലാം വിജയകരമെന്ന് തോന്നിയ വിക്ഷേപണത്തിൽ പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ടായിരുന്നു. പേടകത്തിൻ്റെ താപനിയന്ത്രണ സംവിധാനങ്ങൾക്ക് വിക്ഷേപണ സമയത്ത് ഒരു ചെറിയ തകരാർ. ക്യാപ്സ്യൂളിലെ താപനില ഉയരാൻ തുടങ്ങി. താപനില 40 ഡിഗ്രി കാണിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് അപകടം മനസ്സിലായി. കൂട്ടിലടക്കപ്പെട്ട നിലയിലുള്ള ഒരു ജീവിക്ക് അധികനേരം താങ്ങാനാവാത്ത ചൂടാണിത്. വിക്ഷേപണം കഴിഞ്ഞ് 7 മണിക്കൂർ പിന്നിട്ടപ്പോൾ ലൈക്കയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം കുറഞ്ഞു വരുന്നത് ശാസ്ത്രജ്ഞർ കണ്ടുനിന്നു. പിന്നെ ലൈക്ക ഒരു ഓർമ്മയായി തീരുകയായിരുന്നു. ലൈക്കയുടെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ദിവസം തൻ്റെ ലബോറട്ടറിയിലെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിനൊടുവിൽ അന്തിമയങ്ങിയതും പുറത്തു രാവിറച്ചുന്നതും ബഹിരാകാശ തലവൻ കൊര്യാലോവ് അറിഞ്ഞതേയില്ല. തൊപ്പിയും കുടയുമെടുത്ത് പുറത്തെ തണുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു പാത്രം ചൂടുള്ള സൂപ്പ് മാത്രമായിരുന്നു മനസ്സിൽ. കല്ലുവിരിച്ച ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ വഴിയരികിൽ നിന്നൊരനക്കം. കൊര്യാലോവ് കാതോർത്തു. വഴിയരികിൽ വച്ചിരുന്ന ചവറ്റുകുട്ടയിൽ മൂക്കോടിച്ചു ഗവേഷണം നടത്തുകയാണ് ഒരു പട്ടിക്കുട്ടി. അധികം ഉയരമില്ല, ഒരു 5-6 കിലോഗ്രാമേ തൂക്കം വരൂ.
കൊരിലോവ് ഇട്ടുകൊടുത്ത ബിസ്ക്കറ്റ് കഷ്ണങ്ങളും തിന്ന് ആ പട്ടിക്കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ലബോറട്ടറിയിലെത്തി. പിന്നെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. ലബോറട്ടറികളിൽ മനുഷ്യൻ്റെ പരീക്ഷണങ്ങൾക്കായി പലതരം മൃഗങ്ങളെയും ശാസ്ത്രജ്ഞർ ഉപയോഗിക്കാറുണ്ട്. ഗിനിപ്പന്നികളും കുരങ്ങുകളുമടക്കം പല മൃഗങ്ങളും മനുഷ്യനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നു. ശാസ്ത്രപുരോഗതിക്ക് ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു പാപമായി ലോകം ഏറെക്കുറെ ഇതിപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. എങ്കിലും നാം ചെയ്യുന്നതിൻ്റെ ധാർമ്മികത ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ചിലരെയെങ്കിലും വലയ്ക്കുന്നു. ലേക്കയെ കയറ്റിവിട്ട റോക്കറ്റ് പദ്ധതിയിലെ ഒരു പ്രധാന ശാസ്ത്രജ്ഞനായിരുന്ന ഒലെഗ് ഗസെങ്കോവ് പിന്നീട് പറഞ്ഞു, "എനിക്കതിൽ ദുഃഖമുണ്ട്, കുറ്റബോധവും. നാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഓരോ തവണ അതേപ്പറ്റി ആലോചിക്കുമ്പോഴും എനിക്ക് കൂടുതൽ കുറ്റബോധം തോന്നുന്നു. ആ പാവം മിണ്ടാപ്രാണിയുടെ ജീവനെടുത്ത് ന്യായീകരിക്കാൻ മാത്രം അറിവ് നാം ആ വിക്ഷേപണത്തിലൂടെ നേടിയോ എന്ന് ഞാൻ സംശയിക്കുന്നു."